മനസ്സിന്റെ ആരോഗ്യം നിലനിർത്താനോ അതുപോലെ തന്നെ ടെൻഷൻ നിങ്ങൾ പിന്തുടരുന്നുണ്ടോ? മാറ്റം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ. മാറ്റം ആഗ്രഹിക്കുന്നതും പലരും നമ്മളൊക്കെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ അല്ലെങ്കിൽ എന്താ പറയാ മനസ്സമാധാനത്തോടെ ഒക്കെ കഴിയാൻ ആഗ്രഹിക്കുന്നതാണ് ഭൂരിപക്ഷം പേരുമില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നെട്ടോട്ടോടുക അല്ലെ. അപ്പൊ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താണ് എനിക്കറിയുന്ന, അല്ലെങ്കിൽ ഞാൻ വലിയ മോട്ടിവേഷൻ സ്കില്ലറൊന്നും അല്ല കേട്ടോ. നമ്മൾ യൂട്യൂബിൽ അതേപോലെ തന്നെ ഗഫൂർ സ്പീച്ച്, അപ്പൊ അവരുടെയൊക്കെ ഇത് കേട്ടിട്ട് അതിൽ നിന്ന് നല്ല നമുക്കൊക്കെ മനസ്സിൽ തട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ടത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നെ അവരുടെ സ്പീച്ചിലുണ്ട്. നമുക്കൊക്കെ ഒന്ന് കേട്ട് നോക്കാം. എപ്പോഴും നമുക്ക് തിരക്ക് തന്നെ ആയിരിക്കും അല്ലേ. ഇടയ്ക്കൊക്കെ അതുപോലെയൊക്കെ ഒന്ന് കേട്ടുകയാണെങ്കിൽ നമുക്കൊരു മനസ്സിന് സന്തോഷം, മനസ്സിനൊരു ആരോഗ്യം കിട്ടുമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയെന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് മനസ്സിൻ്റെ ആരോഗ്യം സന്തോഷം തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലേ. നമ്മളൊക്കെ പടച്ചോൻ അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറഞ്ഞ ആളുകൾ നല്ലൊരു എപ്പോഴും നമുക്ക് എന്താ പറയുക ഒരുപാട് അനുഗ്രഹങ്ങളും അവർ തീരുമാനിക്കാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല അല്ലെ. അതൊരു സത്യമായ കാര്യം തന്നെയല്ലേ. അപ്പൊ അത് എങ്ങനെ നമ്മൾ ജീവിക്കണം, എങ്ങനെ ജീവിക്കാതിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് വസ്ത്രം ധരിക്കാതിരിക്കണം, അത് എങ്ങനെ എന്താ പറയാ എങ്ങനെ ഇതാക്കണം ഒക്കെ നമ്മൾ തീരുമാനിക്കേണ്ട ആള് നമ്മൾ തന്നെയാണ് അല്ലെ. അപ്പം അതിൽ നമുക്ക് എങ്ങനെയാന്നുള്ള ചോയ്സ് നമ്മളിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മനസ്സ് പിടയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ. അത് നന്നായിട്ട് പിടിച്ചു നിർത്തി മനസ്സിനെ എന്താ പറയാ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത് അതിൽ നമ്മൾ സക്സസ് ആകാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നന്നായിട്ട് വരും. അതൊക്കെ ഒരു പാഠം തന്നെയല്ലേ, ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മൾ പറയാം ഒരാൾക്ക് സമ്പത്ത് കൊണ്ടൊക്കെ ആരോഗ്യത്തോടെയും ഒരുപാട് ആരോഗ്യം കൊടുത്തിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്, പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ആ അർത്ഥത്തിലും ആഴത്തിലും അവർക്ക് എത്രത്തോളം ആസ്വദിക്കാൻ കഴിയും അപ്പോഴാണ് അവർ ഓരോരുത്തരും മനസ്സമാധാനത്തോടെ സന്തോഷം ഉണ്ടാവുക എന്ന് പറയുന്നത്. ഈ സന്തോഷം മനസ്സമാധാനം എന്ന് പറയുന്നത് നമ്മളെ കൂടപ്പുറപ്പ് തന്നെയാണ്. പക്ഷെ നമ്മളത് ഉള്ളത് വെച്ചിട്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നുണ്ടോ അപ്പോഴാണ് നമ്മളെപ്പോഴും അതിൽ നിന്ന് സക്സസ് ആവുന്നത് അല്ലേ. അത് നേരായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പൊ ഈ അനുഗ്രഹങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഒന്ന് കിടന്നുറങ്ങാം. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങേണ്ട ഒരു സ്ഥലത്ത് നമുക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞില്ലേ. അവിടെ ഇനിയിപ്പോ ഒരുപാട് അങ്ങോട്ട് വലിയൊരു പെര ഒന്നും ആവണമെന്നൊന്നുമില്ല. ചെറിയൊരു കൂര മാത്രം മതി. അതിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ കുറെ എന്താ പറയുക ഹോട്ടലിൽ റൂമോ അല്ലെങ്കിൽ റിസോർട്ടോ ഒന്നും വേണ്ട. നമ്മളെ മനസ്സിന് സമാധാനം കിട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് കിടന്നിറങ്ങുന്ന സ്ഥലം നമ്മളെ വീട് തന്നെ ആയിരിക്കും, നമ്മളെ വീടിനുള്ളത്തെ റൂം തന്നെ ആയിരിക്കും അല്ലേ. അവിടെ നമുക്ക് മനസ്സമാധാനത്തോടെ കിടന്നിറങ്ങാൻ ചില ആൾക്കാർക്കൊന്നും, കാരണം ഇത് ഒരുപാട് സമ്പത്തോ കാര്യങ്ങളോ എല്ലാവർക്കും അവർക്ക് കഴിയുന്നുണ്ടാവില്ല. പക്ഷെ അതിൽ നിന്ന് ആനന്ദം അതിൽ നിന്ന് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുന്നവരും ഉണ്ടായിരിക്കും, ഒരുപാട് സമ്പത്തോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലേ. അപ്പം നമ്മൾ എന്താ പറയുക വെച്ചാല് ആ ഒരു ഇത് നമുക്ക് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അതിനിപ്പോ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് ഒരുപാട് എന്താ പറയാ സമ്പത്തും ആരോഗ്യം അതുപോലെ സൗന്ദര്യം ഒരുപാട് നല്ല ഇത് അനുഗ്രഹിക്കപ്പെട്ടവര് തന്നെയാണ്. പക്ഷെ എന്തുമാത്രമല്ല മനസ്സമാധാനമില്ല, സന്തോഷമില്ല. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽ വരുമ്പം ഒരു പക്ഷേ നമ്മളെ മക്കളായിരിക്കാം, ഹസ്ബൻഡായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം. ഇതിൽ തന്നെ നമുക്ക് ആ ഒരു ഇതിൽ ആ വീട്ടിൽ കയറുമ്പോൾ മനസ്സിന് സമാധാനം തന്നെ കെടുകയാണല്ലേ. മനസ്സിന് സമാധാനം അവിടെയാണ് നമ്മളെ മനസ്സിന് സമാധാനത്തിന് നമ്മൾ പ്രധാനം അർപ്പിക്കുന്നത് അല്ലേ. അതൊരു കാര്യമല്ലേ. അപ്പം നമ്മൾ എന്താ പറയാ ഏതൊരു മതത്തിലും അള്ളാഹു അല്ലാതെ, അതായത് ഈ പടച്ചവനോട് വേറൊരു ആളെ നമ്മൾ പങ്കു ചേർക്കാതിരിക്കുക, ദൈവത്തിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. മാറ്റം നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഏറ്റവും നല്ല രീതിയിൽ വർദ്ധിക്കുക എന്നാണ് പറഞ്ഞത്. ഏത് കാര്യത്തിലും പറയുമ്പോൾ നമ്മൾ മാതാപിതാക്കളെയാണ് ചേർത്ത് പിടിച്ചത്. അവിടെ തന്നെയല്ലേ ഒരു കുടുംബം എന്ന് പറയുന്നത് അല്ലേ. അതൊരു സത്യമായ സത്യം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയാ നമ്മളെ ഒക്കെ മനുഷ്യരെ ഇവിടേക്ക് ഇറക്കിക്കണേ എന്തെങ്കിലും ഗുണങ്ങളില്ലാതെ മനുഷ്യരെ നമ്മളെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ടാവില്ലല്ലേ. ഒരു ഗുണങ്ങൾ അല്ലെങ്കിൽ വേറൊരു ഗുണങ്ങൾ ഓരോ മനുഷ്യർക്കും ഉണ്ടായിരിക്കും. നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ, അത് അവളൊന്നിനും പറ്റൂല, ഇതാക്കൂല, അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. പക്ഷെ നമ്മൾ അവരുടെ നല്ല ഗുണങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ചില കാര്യങ്ങൾ, അതായത് ചില കാര്യങ്ങളിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ പറ്റുന്നവരും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും കാര്യം ഇല്ലെങ്കിൽ അവർ നല്ലതായിട്ടൊരു ഭക്ഷണം പാകം ചെയ്യുന്നെങ്കിലും പറയാനുള്ളൊരു ഇത് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ മനസ്സമാധാനം സന്തോഷം കിട്ടാൻ ഈ കാര്യങ്ങളൊക്കെ ടെൻഷനൊക്കെ നമ്മളെ ജീവിതത്തിൽ നിന്ന് പമ്പ കിടക്കൂലേ. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ചെടി ഉണ്ടല്ലോ, ആ ചെടിയുടെ സത്യം പറയുകയാണെങ്കിൽ വെള്ളം നമ്മൾ ഏത് ഭാഗത്താണ് ഒഴിച്ചു കൊടുക്കുക, അതിൻ്റെ താഴ് ഭാഗത്ത് വേരിലോടാണ് ഒഴിച്ചു കൊടുക്കുക അല്ലേ. അപ്പോൾ വേരിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്താവും, നമ്മൾ ആ തണ്ടും അതുപോലെ തന്നെ പൂവും എല്ലാം വളർന്ന് നല്ലൊരു പുഷ്പം ഉണ്ടായിത്തീരും. അത് നമുക്ക് കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ. അത് തന്നെയാണ് നമ്മളെ ജീവിതവും അങ്ങനെയൊക്കെ തന്നെയാണ്.
നമ്മൾ നന്നായിട്ട് ആ ഒരു അടിത്തറ നന്നാക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ നമ്മൾ ഉള്ളത് വെച്ചിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും കേട്ടോ. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാനീ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ വേറെ ഇതൊക്കെ തന്നെ ആയിരിക്കൂലേ. നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. മറ്റുള്ള മനുഷ്യരോട് നമുക്കൊരു പുഞ്ചിരി കൊടുക്കാൻ കഴിയാൻ അവരുടെ സന്തോഷം നമ്മളും കൂടി ചേരുക, ആ ഒരു എന്താ പറയുക, ഇത് നമുക്ക് ആത്മീയത എന്നൊക്കെ പറയും, അത് എടുത്ത് ഇതാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഇതായിരിക്കും അല്ലേ. നമ്മൾ ഒരു ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, നമ്മൾ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ വിജയിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സാധാ ഇപ്പം നല്ലതായിട്ട് കാറ്റും മഴയൊക്കെ വരികയാണ്, അപ്പോൾ ഒരു കപ്പൽ ഓടിക്കുന്ന ഒരു കപ്പിത്താന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ആ കപ്പിത്താന് എന്തിനാ പറ്റുക, ആ ഒരു കാറ്റും മഴയും തടഞ്ഞു നിർത്താൻ കഴിയില്ല, പക്ഷെ അതിനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂലേ. അപ്പം ജീവിതം എന്ന ആ ഒരു സംഭവം ഇതുപോലെ തന്നെയാണ്. നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ വന്നാലും അതിനെ ജീവൻ ആ ഒരു ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും, പക്ഷെ നമുക്ക് അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല അല്ലേ. അത് ഉള്ളതും ഇല്ലാത്ത സന്തോഷം ഒക്കെ നമ്മൾ ഒരു നിയന്ത്രിക്കണമെന്നില്ല, പക്ഷെ അതിനെ സംഭവിച്ചാൽ ഏത് രീതിയിലും നമ്മൾ ജീവിതം എന്ന കപ്പലിനെ തകരാതെയും തളരാതെയും നിലനിർത്താൻ നമ്മൾക്ക് കഴിയണം. അതിനുള്ള പിന്നെ അല്ലേ തന്നെയാണ് നമ്മളെ ഖുർആനിൽ, അതുപോലെ തന്നെ ഖുർആനിലൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ഉള്ളത് വെച്ചിട്ട് തൃപ്തിപ്പെടുക, അത്രേ ഉള്ളൂ. അടുത്തെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ മുൻകൂട്ടി പഠിച്ചവൻ അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറയണം, മുൻകൂട്ടി തീരുമാനിച്ചില്ലാത്ത ഒരൊറ്റ കാര്യം നമ്മളെ ജീവിതത്തിൽ നടക്കുന്നില്ല. പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലും നടന്നു വരുമ്പോൾ വിചാരിച്ചും അയ്യോ അതിങ്ങനെയായി അങ്ങനെയായി, പക്ഷെ ആ ഒരു ദോഷത്തിൽ നിന്ന് ഒരു പക്ഷെ നമ്മൾ കര കയറും. അപ്പോൾ ആ ഒരു കാലത്തിൽ നമ്മളെ കൊണ്ട് അത് കയറി പറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളത്. അത് നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തർക്കും ഉള്ള ഒരു തന്നെയാണ് അല്ലേ. ഇനിയിപ്പോൾ എല്ലാ കഴിവുകളും എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗന്ദര്യവും എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സമാധാനം ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്തിനാ അതിനൊരു പ്രസക്തി ഇല്ലല്ലോ. അപ്പം അതാണ്. അപ്പം നമ്മൾ ഓരോ ഇതിലും നമുക്ക് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങൾ വരാം, അതിൽ നിന്നല്ല നമ്മൾ എങ്ങനെ കടന്ന് അതിൽ നിന്ന് മറികടക്കാം എന്നുള്ള ചിന്തയാണ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. പക്ഷെ ചില കാര്യങ്ങളുണ്ട് അല്ലേ, ചില മുറിവുകളൊന്നും നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും അത് മറക്കാൻ കഴിയില്ല അല്ലേ. അപ്പം മറന്നുപോലെ അഭിനയിച്ച് നമ്മൾ ആ ഒരു ജീവിതം അങ്ങനെ പോകാനേ പറ്റുള്ളൂ. മറ്റുള്ളവരെന്തെങ്കിലും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് സുഖിക്കുന്നുണ്ടാവും, നമുക്ക് എപ്പോഴും ആ പ്രശ്നങ്ങൾ. പക്ഷെ അതിൽ നമ്മളെ ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിൽ നമ്മളൊന്ന് മറന്നേക്കുക, അത് മറന്നിട്ട് അത് അങ്ങനെ ആ ഒരു ഇതായിട്ട് പോവുക. കാരണം ഒരു പക്ഷെ മറക്കാനൊന്നും കഴിയുണ്ടായിരിക്കില്ല, എന്നാലും മറന്നുപോലെ ജീവിക്കണം എന്നാണ് നമ്മളിതിലൊക്കെ പറയുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോന്നും കണ്ട് ആലോചിച്ചാൽ മതി, നമ്മൾക്കൊക്കെ എന്തൊക്കെ തന്നിട്ടുണ്ട്, കൈയുണ്ട് കാലുണ്ട് മൂക്കുണ്ട് എല്ലാ സംഭവങ്ങളും നമുക്ക് ഒരു കുഴപ്പമില്ലാതെ അല്ലേ പടച്ചോൻ ദൈവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ തന്നതിലും കുറച്ച് അനുഗ്രഹിക്കണം, അവർ പടച്ചോനോട് നന്ദി എന്ന് പറയുക അല്ലേ. അതൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും എപ്പോഴും നമ്മൾ ആ ഒരു രീതി നമ്മളെ ജീവിതത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മളതിലൊക്കെ നമ്മളെ പിന്നെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും, നമുക്കത് മറക്കാൻ പറ്റില്ല അല്ലേ. നമ്മളെ പിന്നെ ഒപ്പല്ല ഒരാളെങ്കിലും വേർപെട്ട് പോവുക, മരണം, അത് നമ്മളൊരു സ്വസ്ഥ ഇതായിട്ട് ജനനം ഉണ്ടെങ്കിലും മരണം ഉറപ്പാണ് അല്ലേ. അപ്പം നമ്മളൊപ്പം അത് മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമുക്ക് അവർ കണ്ണു പോകുമ്പോഴാണ് കണ്ണിൻ്റെ വില അറിയാം അല്ലേ. അപ്പം മാതാപിതാക്കളൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കുക, അവരുടെ സന്തോഷത്തെ നമ്മളും പങ്കുചേരാൻ നമ്മളും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ അവർക്കും ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയൊരിത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് തരം വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് വെക്കാം, ഞാൻ റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ടും വരാം കേട്ടോ. ഇതുവരേക്കും ടേക്ക് കെയർ, ബൈ.